ഹായ്, അപ്പോൾ എല്ലാവർക്കും ഏഞ്ചൽ ലവർ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൻ്റെ കുറച്ച് എന്താ പറയുക ഭംഗിയുള്ള, നമ്മുടെ നാട്ടിലെ കുറച്ച് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. വേറെ അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നമ്മുടെ കുറേ ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ചായക്കടയാണ്, സ്കൂളിൻ്റെ അടുത്തുള്ള ചായക്കട. രാവിലെ ഒത്തിരി പ്രായമുള്ളവർ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് എടുത്തു വെച്ചിരിക്കുന്നത് പുട്ടും ചായ എനിക്കുള്ളതാണ് കേട്ടോ. കണ്ടോ, ഞാനിവിടെ എപ്പോൾ വന്നാലും പുട്ടും ചായയാണ് ഇവിടുന്ന് കഴിക്കാറ്. എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മുടെ ചായക്കടയിലെ ആൾ, സിദ്ദിഖയുടെയാണ് ഈ കട. ഓക്കെ, അതാണ് അപ്പോൾ നമ്മുടെ ചായക്കടയത്തെ വിശേഷം. ഇതാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന സ്ഥലമാണ് പള്ളി. പിന്നെ ഇത് പള്ളി നമ്മുടെ. ഓക്കെ, ഇതാണ് നമ്മുടെ പള്ളി. ഇതൊരു സലൂണാണ്, സലൂൺ അസുറുക്കാട്. ഞാനും നമ്മുടെ അസുർഖാനെ കാണാത്തവരെ ഞാനിപ്പോൾ അസുർഖാനെ കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ അസുർക്ക അല്ലേ. മറ്റാൾ ഉറങ്ങിക്കണമെന്ന് കേട്ടോ. അത് അസുർക്ക കൈവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഷേവ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ഉറങ്ങും. അങ്ങനൊരു കൈപ്പുണ്യുണ്ട്. റഫീഖ് ഉറങ്ങിക്കണ്, ചെറുതായിട്ട് ചിരിക്കണമെന്ന് ഉപരിട്ടാ. ഓക്കെ, ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ നാട്ടിലെ അമ്പലത്തിലേക്കാണ്. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഉത്സവം ഇവിടെ ഫെബ്രുവരി 20-ാം തീയതി ഉത്സവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമുക്ക് വിധിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഉത്സവത്തിൻ്റെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കൊഴുത്തെല്ലാം കഴിയും. അടുത്ത മാസം ജനുവരി ലാസ്റ്റ് ആവുന്ന സമയത്ത് ഇവിടുത്തെ കൊഴുത്തെല്ലാം കഴിയും. ഫെബ്രുവരി ആവുന്ന സമയത്ത് പിന്നെ ഉത്സവത്തിൻ്റെ കൊടിയേറ്റമായി, ഉത്സവത്തിൻ്റെ കാര്യങ്ങളായി, പിന്നെ അടിപൊളിയാവും. അപ്പോൾ നമുക്ക് അന്ന് അത് കാണാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം കണ്ടില്ലേ, ഒത്തിരി സ്ഥലങ്ങളിലൊന്നും ഇതുപോലത്തെ വഴികൾ ഇപ്പോൾ കാണില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ നമ്മളിങ്ങനെ നടന്നിട്ട് പാടത്തേക്ക് എത്തിയിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ കൃഷി ചെയ്തിരിക്കുന്ന വയലാണ്, നെൽകൃഷിയാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലം. അപ്പോൾ ഈ പടിക്കെട്ടുകൾ നമ്മളിങ്ങനെ പതിയെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലേക്കുള്ള വഴിയായി. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ വിഷ്ണു അമ്പലം, ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ആ വഴി ഇങ്ങനെ നടന്നു പോവാണ്. ഇവിടെയാണ് നമ്മുടെ ഉത്സവം നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടോ വലിയൊരു ആൽമരം. ഈ ആൽമരച്ചോട്ടിലൊക്കെ നമ്മൾ എപ്പോഴും വന്നിരിക്കാറ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ വന്നിരിക്കാറില്ല. കാരണം വെച്ചാൽ പിള്ളേരാരും ഫ്രീ അല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒന്നും വന്നിരിക്കില്ല. ശരിക്കും നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിച്ചിരുന്നത് അമ്പലത്തിൻ്റെ അവിടെയായിരുന്നു. ടിക്ടോക്കൊക്കെ ഉള്ള സമയത്ത് ഏറ്റവും കൂടുതൽ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട്. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ കേസ്. പിന്നെ വീഡിയോ ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണോട്ടാ, നമുക്ക് ഇങ്ങനത്തെ. പക്ഷേ ഞാൻ വേറെ വീഡിയോ, നിങ്ങൾക്ക് സസ്പെൻസായിട്ടൊരു വീഡിയോ ഉണ്ട്, അതിപ്പോഴല്ല. ഇത് കണ്ടില്ലേ നമ്മുടെ പിന്നെന്താ പറയുക, ചുറ്റുവിളക്ക്, അങ്ങനെ എന്തായിട്ട് പറയില്ലേ, അതാണ് സംഭവം. ഇത് നമ്മുടെ അമ്പലക്കുളം. ഇതാണ് നമ്മുടെ അമ്പലക്കുളം കേട്ടോ. 2 കുളമാണുള്ളത് അമ്പലത്തിൽ. ഒന്നിതാ, വെള്ളം ഫുള്ളായിട്ട് നല്ല രാവിലെയൊക്കെ വന്നിട്ട് നമ്മുടെ കൂട്ടുകാരന്മാർ ഇവിടെ വന്നിട്ട് ചാടി കുളിക്കും. നല്ല കാറ്റാണ് ഇവിടെ. ഇതാണ് നമ്മുടെ അമ്പലം. ഞാൻ ഒത്തിരി മുകളിലോട്ട് പോവില്ല,
അപ്പോൾ അത് വേണ്ട, അത്ര മുകളിലോട്ട് പോകുന്നില്ല. ഇവിടെ ഞാൻ വെച്ചിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഈ പിന്നെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും ഗൈസ്, കേട്ടില്ലേ. അപ്പോൾ ഇതാണ് അതിമനോഹരമായിട്ടുള്ള എൻ്റെ നാട്ടിലെ നമ്മുടെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, അടുത്തത് നമ്മൾ പോണത് നമ്മുടെ ക്ലബിലേക്കാണ്. നമ്മുടെ ഒരു ക്ലബ്ബുണ്ട് നാട്ടിൽ, പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ആ ക്ലബിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ഇല്ല, ഒരുത്തനിച്ച് ഓടുന്നുണ്ട്. അവന് ക്യാമറയിൽ കാണാൻ പാടില്ല എന്ന് എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്ലബ്ബ് തുറന്നിട്ടില്ലടാ, ക്ലബ്ബും തുറന്നാ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലബ്ബ് തുറക്കുന്നത് അസലും തുറന്നടാ. ക്ലബിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മളെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. കണ്ടോ, ഇത് ഞങ്ങളുടെ ഒരു പിന്നെ ഇന്ദിരാഭവൻ ഒരു ക്ലബ്ബാണ്. അപ്പോൾ നമ്മുടെ ചെക്കൻ തുറക്കുന്നുണ്ട്, ക്ലബ്ബ് തുറക്കുന്നുണ്ട്. അപ്പോൾ പൊക്കി മേലേക്കിട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലബ്ബ് അല്ലേ, പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ചെയർ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്നത്, വാടകയ്ക്കല്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്, വാടകയൊന്നുമില്ല. ആവശ്യക്കാർക്ക് വന്നിട്ട് ഇത് കൊണ്ടുപോകാം, അതുപോലെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലബ്ബ് എങ്ങനെ ഉണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നാട്ടിലെ സ്കൂൾ കേട്ടോ, കോക്കൂര് ഹൈസ്കൂൾ എന്ന് പറയും, JSS കോക്കൂര്. ഓക്കെ, ഇവിടെ ഇന്ന് എന്തോ ഒരു ഗെറ്റ് ടുഗദർ എന്തോ ഒരു പരിപാടി നടക്കുന്നത്, അതുകൊണ്ട് ഇത്ര കുറേ ആൾക്കാരൊക്കെ കാണാനുണ്ട് ഇവിടെ. ഈ നമ്മുടെ കഴിഞ്ഞു പോയ ബാച്ചുകാരൊക്കെ, പഴയ ബാച്ചുകാരൊക്കെ എല്ലാ വർഷവും ഓരോ പരിപാടികൾ നടത്തും. അപ്പോൾ ഇന്ന് എന്തോ ഒരു പരിപാടി ഉണ്ട് ഇവിടെ, ഇത്ര ആൾക്കാരൊക്കെ ഉണ്ട്. ഇതാണ് സ്കൂള്. പിന്നെ അല്ലേ, ഇത് പുതിയതായിട്ട് വരുന്ന കെട്ടിടമാണ്, നമ്മുടെ സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ്ങാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക്, ഇത് ഹൈസ്കൂളാണ്. ഇപ്പം എന്താ പുറത്ത് കാണുന്നതൊക്കെ LP UP വിഭാഗമാണ് അല്ലല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ സ്കൂള്. +2 വരെ ഹയർ സെക്കൻഡറി അപ്പുറത്താണ്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഹയർ സെക്കൻഡറി ഇതിൻ്റെ അപ്പുറത്താണ്, ഇത് UP വിഭാഗമാണ്. പിന്നെ ഇത് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സ്ഥലം. ഇത് ഈ വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലേക്കൊക്കെ വരുന്ന ഒരു വഴിയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് സ്കൂൾ. ഇത് കോമ്പൗണ്ടാണ്, സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ്. സ്കൂളിൻ്റെ മെയിൻ ഗേറ്റാണ് ആ കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയുടെ അവിടേക്ക് എത്തും. സ്കൂള്, പള്ളി, അമ്പലം ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്താണ്. അത് വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്കും എല്ലാവർക്കും. ഇത് കണ്ടില്ലേ, പ്രൈമറി. ഇത് നമ്മുടെ പഞ്ചവർണ്ണ ഫാൻസി, ഒരു 10-30 വർഷമായിട്ട് ഇവിടെ ഉള്ളൊരു സംഭവമാണിത്. ഇത് ലൈബ്രറിയാണ്. ഇവിടെ ഒരു സ്തൂപമാണ്. ഇതാണ് മെയിൻ ഗേറ്റ് കണ്ടോ. ഓക്കെ, നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ഉള്ള വഴിയാണ്. പള്ളി ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ ഈ റോഡ് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ങരംകുളം ഹൈവേയിലേക്ക് ടച്ചാവും കേട്ടോ ഈ റോഡ്.
അത് ഇങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു ചങ്ങരംകുളത്തേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. കോഴിക്കോട് ഹൈവേ. ഇതാണ് നമ്മുടെ കോക്കൂര് പള്ളി കേട്ടോ. കോക്കൂര് മഹൽ പള്ളിയാണിത്. ഓക്കെ, പള്ളി ഞാൻ ഒരു വീഡിയോയിൽ ശരിക്കും കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ പള്ളി. ഓക്കെ, ഇതാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ബ്ലോക്ക് കേട്ടോ. അതിനുണ്ട് സംഭവം ഷാറല്ലേ. കോക്കൂർ സ്കൂളിൻ്റെ ജീസസ് കോക്കൂറിൻ്റെ പിന്നെ ഹയർ സെക്കൻഡറി ബ്ലോക്ക്. ഉണ്ടോ? അതിനുണ്ട്, നൈസല്ലേ. ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹയർ സെക്കൻഡറി ലോകേട്ടാ. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് വശം കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. കണ്ടോ എങ്ങനെയുണ്ട് വഴി? അത് ഒരു പഴയ സ്റ്റൈൽ വഴിയാട്ടോ ഇതൊക്കെ. പിന്നെ ഇതെല്ലാം ഇവിടേക്ക് വീടുകളുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം താമസിച്ചിരുന്നത് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടെ സൗകര്യമുള്ള വീട് കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന വീടിന് ഭയങ്കര വാടകയായിരുന്നു. അപ്പോൾ ഇത് ഇച്ചിരി വാടക കുറവുള്ള വീട് കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഗൈസ്. കണ്ടോ ഇതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീടുകളാണ്. ഇത് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീടാണ് ഇത്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഗേസ്. കണ്ടോ, നമ്മുടെ ഏഞ്ചലാണ് ഈ നിൽക്കുന്നത് കേട്ടോ. എൻ്റെ ഏഞ്ചലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വീഡിയോ ലൈവ് വൈൻഡപ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതെൻ്റെ ഏഞ്ചൽ ഇവിടെ നിൽക്കുന്നു, കണ്ടല്ലേ? ഓക്കെ, ഏഞ്ചൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരലായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 1K ആവുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കണ്ട, ഇനിയും നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ബോറടിച്ചെങ്കിൽ സോറി ഗേസ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. എല്ലാവരോടും ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.